പി വി അൻവർ എം എൽ എയുടെ വലിയ ആരോപണമാണ് കേരളം കേട്ടത്. ആ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിൽ വലിയ അഴിച്ചുപണി, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ പോലീസിൽ വലിയ അഴിച്ചുപണിയാണ് സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത്. മലപ്പുറം SP S ശശിധരനെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡിവൈഎസ്പിമാരെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ 2 സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിമാരടക്കം സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിലെയും 2 ഡിവൈഎസ്പിമാരെ വീതം അടക്കം 8 ഡിവൈഎസ്പിമാരെയാണ് മലപ്പുറത്ത് സ്ഥലം മാറ്റിയിരിക്കുന്നത്. അതിൽ മലപ്പുറം, പെരിന്തൽമണ്ണ, തിരൂർ, കൊണ്ടോട്ടി, നിലമ്പൂർ, താനൂർ സബ് ഡിവിഷനുകളിലെ ഡിവൈഎസ്പിമാരെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇതിൽ താനൂർ ഡിവൈഎസ്പി വി ബെന്നിക്കെതിരെ പി വി അൻവർ ആരോപണം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, മുട്ടിൽ മരമുറി കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയാണ് വി വി ബെന്നിയെ കോഴിക്കോട് റൂറൽ ക്രൈംബ്രാഞ്ചിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഏതായാലും മലപ്പുറം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെ SP ആയിട്ടിരുന്ന സുജിത് ദാസുമായി ബന്ധപ്പെട്ടും MR അജിത് കുമാർ ADGPയുമായി ബന്ധപ്പെടുത്തിയുമാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പി വി അൻവർ ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഡിവൈഎസ്പിമാരെ സ്ഥലം മാറ്റിയിരിക്കുന്നു. അവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. ഇനി അപ്പോഴും ADGP MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടരുകയാണ്. നമ്മൾ ഈ ഡിവൈഎസ്പിമാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ MLA ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് അദ്ദേഹം അതിഗുരുതരമായ മറ്റു ചില ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ നേരത്തെ ഉണ്ടായിരുന്ന അതേ വീറോട് കൂടിയാണ് പി വി അൻവർ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. ADGP MR അജിത് കുമാറിനെതിരെ രൂക്ഷമായ പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നു. ADGP MR അജിത് കുമാർ ടെററായ ക്രിമിനലാണ്. അദ്ദേഹം ആ സ്ഥാനത്ത് തുടരും തോറും തെളിവുകൾ നശിപ്പിക്കപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായി താൻ പരാതി അറിയിക്കാൻ വേണ്ടി ഒരു വാട്സപ്പ് നമ്പർ നൽകിയിരുന്നു പൊതുജനങ്ങൾക്ക്. ആ വാട്സപ്പ് നമ്പർ ഹാക്ക് ചെയ്തിരിക്കുന്നു. അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതിന് പിന്നിൽ MR അജിത് കുമാർ ആണ് എന്നുകൂടി മാതൃഭൂമി ന്യൂസിലൂടെ പുതിയൊരു വെളിപ്പെടുത്തൽ കൂടി പി വി അൻവർ MLA നടത്തിയിരിക്കുകയാണ്. അക്ഷയ.